സിറിയയിൽ അസദ് ഭരണം അവസാനിക്കുമ്പോൾ പുറത്തുവരുന്ന വാർത്തകളും കാഴ്ചകളും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ്. മനുഷ്യരുടെ അറവുശാലയെന്ന് കുപ്രസിദ്ധി നേടിയ സായിദ് ജയിലിൽ നിന്ന് തടവുകാർ സ്വതന്ത്രരാക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം പേര് പോലും പലരും മറന്നുപോയിട്ടുണ്ടാകാം. ഇതുവരെ ഒരു ചിത്രം പോലും പുറത്തു വന്നിട്ടില്ലാത്ത നൂറുകണക്കിന് രഹസ്യ അറകളുണ്ടെന്ന് പറയപ്പെടുന്ന ചെകുത്താങ്കോട്ട പോലുള്ള ആ കുപ്രസിദ്ധ തടവറയിൽ ആരൊക്കെ മരണപ്പെട്ടുവെന്നോ ആരൊക്കെ മറിഞ്ഞിരിപ്പുണ്ടെന്നോ പോലും ആർക്കും അറിയില്ല എന്നതാണ് സത്യം. രാഷ്ട്രീയ എതിരാളികൾ, ആക്ടിവിസ്റ്റുകൾ, അസദ് കുടുംബത്തെ ചോദ്യം ചെയ്തവർ, മാറ്റത്തിനായി വാദിച്ചവർ തുടങ്ങി നിരവധി പേരാണ് ഈ കുപ്രസിദ്ധ ജയിലിൽ അടച്ചിരുന്നത്. 1987 മുതൽ പ്രവർത്തിക്കുന്ന ഈ ജയിലിൽ എത്ര പേരുണ്ടെന്നതിന് വ്യക്തമായ കണക്കൊന്നുമില്ല. എന്നാൽ 20,000 പേരെ വരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ദിവസവും 50 പേർ മുതൽ 100 പേർ വരെ ഈ ജയിലിൽ കൊല്ലപ്പെടാറുണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. മോചനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ വരെ ഈ ജയിലിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാവുന്നുണ്ട്. വധിക്കുന്നതിന് മുൻപ് 3 മിനിറ്റിൽ താഴെ മാത്രം നീളുന്ന ഒരു വിചാരണ നടത്തും. അതിനുശേഷം നേരെ ബേസ്മെന്റിൽ കൊണ്ടുപോയി തൂക്കിക്കൊല്ലും. കൊല്ലുന്നതിന് തൊട്ടു മുൻപ് പോലും അതിക്രൂരമായി മർദ്ദിക്കുമെന്നും മൃതദേഹങ്ങൾ ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ച് ഞെരിച്ച് നശിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും രക്ഷപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. ജയിലിൽ ചിലരൊക്കെ വിശന്ന് മരിക്കും, മറ്റു ചിലർ രോഗം വന്നു മരിക്കും, ചിലർക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുമായിരുന്നു. സഹതടവുകാരെ വല്ലാതെ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ അവർ അലറി വിളിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്ത് മറ്റു തടവുകാരെ കേൾപ്പിക്കുമായിരുന്നുവെന്നും രക്ഷപ്പെട്ടവർ പറയുന്നു. ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ട് ജീവിച്ചു. സ്ത്രീകൾ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരകളായി. സ്ത്രീകളെ പീഡിപ്പിക്കാൻ സഹതടവുകാരെ നിർബന്ധിച്ചു. ഇല്ലെങ്കിൽ അവരെയും മർദ്ദിക്കുമെന്നും കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തും. ഇനിയും ജയിലിന്റെ പല അറകളിലും ആളുകൾ സ്വാതന്ത്ര്യക്കാത്ത് കിടപ്പുണ്ടാവുമെന്ന് ആളുകൾ പറയുന്നു. അസദിന്റെ സ്വേച്ഛാധിപത്യം തകർന്നത് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും സിറിയയുടെ വരും നാളുകൾ ആശങ്ക ഉളവാക്കുന്നത് തന്നെയാണ്. വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന പോലെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് സിറിയ വന്നു ചേരുന്നത് ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള വിമതരിലേക്കാണ്. സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയെ നിയമിച്ചിരിക്കുകയാണ്. 2025 മാർച്ച് 1 വരെയാണ് കാലാവധി. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ ഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് 41-കാരനായ അൽ ബഷീർ.